ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. സഭാചരിത്ര സംഗ്രഹം എന്ന റവറൻ ഡോക്ടർ C.E. എബ്രഹാം എഴുതിയ പുസ്തകത്തിലെ 22-ാമത്തെ അധ്യായത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. 22-ാം അധ്യായം 21-ാം അധ്യായത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് പൗരസ്ത്യ സഭകൾ ഒരു തുടർച്ച എന്നുള്ളതാണ്. അപ്പോൾ ഈ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബായ സഭയെക്കുറിച്ച് നല്ല ഒരു വിവരണം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും യാക്കോബായ സഭയുടെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭ ഒഴിച്ചുള്ള സഭകളെ, പൗരസ്ത്യ സഭകളെ നെസ്തോറിയൻ സഭ അല്ലെങ്കിൽ നെസ്തോറിയൻ സഭയെന്നും ഏക സ്വഭാവവിശ്വാസം സ്വീകരിക്കുന്ന സഭയെന്നും എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. അതിൽ നെസ്തോറിയൻ സഭ എന്ന് പറയുന്നത് പേർഷ്യയിലെ സഭയും നമ്മുടെ കേരളത്തിലുള്ള തൃശ്ശൂരുള്ള കൽദായ സഭയുമാണ്. എന്നാൽ ഈ നെസ്തോറിയസിൻ്റെ വിശ്വാസം മൂന്നാമത്തെ പൊതു സുന്നകദോസിൽ വെച്ച്, എഫസോസിൽ കൂടിയ സുന്നകദോസിൽ വെച്ച് നെസ്തോറിയസിനെ പുറത്താക്കുകയും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ക്രിസ്തീയ സഭ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏക സ്വഭാവ വിശ്വാസം സ്വീകരിക്കുന്ന സഭ എന്ന് പറയുന്നത് അർമേനിയ സഭ, സുറിയായിലും മലങ്കരയിലുമുള്ള യാക്കോബായ സഭ, കോപ്റ്റിക് സഭ, അബീസിനിയയിലുള്ള സഭ, ഈ സഭകളെയാണ് ഏക സ്വഭാവ വിശ്വാസം സ്വീകരിക്കുന്ന സഭകൾ എന്ന് പറയുന്നത്. നെസ്തോറിയസിൻ്റെ കാലത്ത് തന്നെ അന്ത്യോക്യ ആദിയായ സിറിയയുടെ പല ഭാഗങ്ങളിലും നെസ്തോറി വിശ്വാസം പടർന്നു പിടിക്കാനായിട്ട് ഇടയായി തീർന്നു. ക്രമേണ ഇത് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. AD 489 റോമൻ ചക്രവർത്തിയായിരുന്ന സീനോ സത്യവിശ്വാസ സ്ഥാപനത്തിലുള്ള പ്രതിപത്തി മൂലം നെസ്തോറിയരെ റോമാ സാമ്രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഇത് ഈ നെസ്തോറിയൻ വിശ്വാസികൾക്ക് ഒരു അനുഗ്രഹമായി, തൽക്കാലമായ ഒരു അനുഗ്രഹമായി ഭവിച്ചു. കാരണം പേർഷ്യയിലെ രാജാവും റോമൻ ചക്രവർത്തിയും തമ്മിൽ വൈരികളായിരുന്നു, ശത്രുക്കളായിരുന്നതുകൊണ്ട് ഈ ചക്രവർത്തി പുറത്താക്കിയ ആളുകളെ ഈ പേർഷ്യയിലെ രാജാവ് അഭയം കൊടുക്കുകയും റോമൻ ചക്രവർത്തിയോട് മത്സരിക്കത്തക്ക രീതിയിൽ അവർക്ക് അഭയം കൊടുത്തവരെ പോറ്റിപ്പുലർത്തുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ പിന്നീട് അവർക്ക് അതൊരു കെണിയായിട്ട് തന്നെയാണ് ഭവിച്ചത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ AD 652 അറബികളുടെ ഒരു വലിയ ആക്രമണമുണ്ടായി. അങ്ങനെ ആക്രമണമുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ പേർഷ്യയിലെ രാജാവ് കൊല്ലപ്പെട്ടു. AD 7-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ പഠിക്കുമ്പോൾ അറബികളുടെ ഒരു വലിയ ആക്രമണവും ഈ പ്രദേശങ്ങളൊക്കെയും അവർ കൈയടക്കി ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ നെസ്തോറിയൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ പേർഷ്യയിലേക്ക് കുടിയേറിയപ്പോൾ അത് പിന്നീട് ഈ അറബികളുടെ നിയന്ത്രണത്തിലാകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ. എന്നാൽ അവിടെയുള്ള അന്ന് ഈ അനുഭവിച്ച അറബികളിൽ നിന്നുള്ള പീഡനങ്ങൾ അനുഭവിച്ച ആളുകൾ ഇന്ത്യ, ചൈന ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കുടിയേറി പാർക്കുവാനായിട്ട് ഇടയായി തീർന്നു. AD 1256 1323 ജീവിച്ചിരുന്ന വെനീസുകാരനായ ലോകസഞ്ചാരിയായിട്ടുള്ള മാർക്കോ പോളോ ചൈനയിലുള്ള സഭകളെക്കുറിച്ചും ഇന്ത്യയിലുള്ള സഭകളെക്കുറിച്ചും സമാർഖണ്ഡിലുള്ള സഭകളെക്കുറിച്ചും തുർക്കിയിലുള്ള സഭകളെക്കുറിച്ചുമൊക്കെ തൻ്റെ വിവരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് 16-ാം ശതാബ്ദത്തിൽ മാതൃസഭയായ നെസ്തോറിയൻ സഭയിലുണ്ടായ ഒരു വലിയ വിഘടനം നിമിത്തം ഈ സഭ രണ്ടായി പിളരുവാനായിട്ട് ഇടയായിരുന്നു. കുറേ ആളുകൾ റോമൻ കത്തോലിക്ക സഭയുടെ ഒരു വിശ്വാസത്തിലേക്ക് അവരോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ നെസ്തോറിയൻ സഭയ്ക്ക് വലിയൊരു പിളർപ്പുണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഏക സ്വഭാവ വിശ്വാസം സ്വീകരിക്കുന്ന പൗരസ്ത്യ സഭകളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന യാക്കോബായ സഭയാണ്. അപ്പോൾ ഇവരുടെ ആചാര അനുഷ്ഠാന രീതികളെല്ലാം 4 സഭകൾ എന്ന് പറയുന്നത് 1 കോപ്റ്റിക് സഭ, 2 അബീസീനിയൻ സഭ, 3 അർമീനിയൻ സഭ,
4 യാക്കോബായ സഭ. ഈ 4 സഭകളുടെയും ഉപദേശങ്ങളും ആചാരരീതികളെല്ലാം തുല്യമായതുകൊണ്ട് ഏക സ്വഭാവ വിശ്വാസമുള്ള സഭകൾ എന്ന പേരിൽ ഇത് അറിയപ്പെടും. യാക്കോബ സഭയുടെ ആരംഭകൻ എന്ന് പറയുന്നത് യാക്കോബ് ബുർദാന എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ കോവർ കഴുതുകളെ പുതപ്പിക്കുന്ന ഒരു തരം കമ്പിളി പുതപ്പ് ഉപയോഗിച്ചതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ബുർദാന എന്ന് പേര് ലഭിക്കുവാനായിട്ട് കാരണം. അപ്പോൾ യാക്കോബ് ബുർദാന സിറിയയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വളരെ ശക്തമായ രീതിയിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. അപ്പോൾ ഈ യാക്കോബായ സഭയുടെ ആരംഭകൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് യാക്കോബ് ബുർദാന എന്ന് പറയുന്ന വ്യക്തിയാണ്. 5-ാം ശതാബ്ദത്തിൽ ഏകസ്വഭാവവാദികളുടെ ശക്തി വർദ്ധിച്ചു വരുന്ന കാലത്ത് അവർ ജെറുസലേമിലും അന്ത്യോക്യയിലും പാത്രിയാർക്കാ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഒരു വേദശാസ്ത്രി എന്ന നിലയിൽ ഏകസ്വഭാവവാദികൾ ബഹുമാനിച്ചിരുന്ന അന്ത്യോക്യ പാത്രിയാർക്കിസായ സോവറേസ് AD 512 ഈ സമയത്ത് സ്ഥാനമേറ്റിട്ടുള്ള ഒരാളാണ്. എന്നാൽ സാമ്രാജ്യക്ഷേമം കരുതി കൽക്കദോന്യ വിശ്വാസം പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ ബൈസാൻഡിയൻ ചക്രവർത്തിയായ ജസീനി ഒന്നാമൻ AD 527-565 മർദ്ദന നയം സ്വീകരിച്ചതോടുകൂടി സുറിയായിലുള്ള ഏകസ്വഭാവവാദികളുടെ ശനിദിശ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലാണ് അവരിൽ അനേകം പേർ പേർഷ്യയിലെ രാജാവിനെ അഭയം പ്രാപിക്കുകയും പേർഷ്യയിലേക്ക് കുടിയേറുകയും ചെയ്തത്. എന്നാൽ ചക്രവർത്തിനിയുടെ ഒരു ആഗ്രഹപ്രകാരം യാക്കോബ് ബുർദാനയെ സിറിയയിലേക്ക് അയക്കുകയും ഒരു മിഷണറിയായിട്ട് അയക്കുകയും ചെയ്തു. AD 490-ാം ആണ്ട് സിറിയയിലെ ടെല്ല എന്ന സ്ഥലത്ത് ജനിച്ച ഇദ്ദേഹം എഡസയ്ക്കടുത്തുള്ള ഒരു ദയറയിൽ കുറേ കാലം അദ്ദേഹം സന്യാസവ്രതം അനുഷ്ഠിക്കുകയും അവിടെ പാർക്കുകയും ചെയ്തു. യാക്കോബ് ബുർദാനയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഗ്രീക്ക്, സുറിയാനി, അറബി എന്നീ ഭാഷകൾ അസാമാന്യ പാണ്ഡിത്യമുണ്ടായിരുന്ന ഇദ്ദേഹം ഈ യാക്കോബായ സുറിയാനി സഭ വളർത്തുന്നതിൽ വളരെയധികം ഉത്സാഹിയായിരുന്നു. തൻ്റെ പ്രചരണ വേല, മതതീഷ്ണത, കഷ്ടാനുഭവങ്ങൾ, കാൽനടയായുള്ള തൻ്റെ യാത്രകൾ ഇതെല്ലാം വളരെ പ്രശംസനീയമായ കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് യാക്കോബായ സഭയുടെ ഉത്ഭവം. യാക്കോബ് ബുർദാന എന്ന് പറയുന്ന വ്യക്തിയാൽ ആരംഭിച്ചതാണ്. എന്നാൽ ഇദ്ദേഹം അന്ത്യോക്യ സിംഹാസനത്തിലേക്ക് 2 പാത്രിയാർക്കിസുമാരെ വാഴിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 88 മെത്രാന്മാർക്കും 1,00,000-ലധികം കത്തനാരന്മാർക്കും ഇദ്ദേഹം പട്ടം കൊടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു. AD 577 ഇദ്ദേഹം പരലോകപ്രാപ്തനായി എന്നാണ് ഈ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-ാം ശതാബ്ദത്തിൻ്റെ അവസാനത്തോടുകൂടി യാക്കോബ സഭയ്ക്കും പേർഷ്യയിൽ ഒരു സുസ്ഥിരമായ സ്ഥാനമുണ്ടായി. AD 590-നും 628-നും മധ്യേ പേർഷ്യയിലെ രാജാവായിരുന്ന കോസ്രീസ് രണ്ടാമൻ്റെ റാണി ഒരു യാക്കോബക്കാരിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 7-ാം ശതാബ്ദത്തിൽ തന്നെ തഗ്രീത്തിലെ മെത്രാപ്പോലിത്തയുടെ കീഴിൽ പേർഷ്യയിൽ തന്നെ 12 സഫ്രഗ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. 12-ാം ശതാബ്ദത്തിൽ സിറിയ, ഏഷ്യ മൈനർ, സൈപ്രസ്, കുപ്രോസ് എന്നീ സ്ഥലങ്ങളിൽ എല്ലാം അന്ത്യോക്യയിലെ പാത്രിയാർക്കിസിൻ്റെ കീഴിൽ ഇടവക ഭരണം നടത്തി വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ 14-15 ശതാബ്ദങ്ങളിൽ ഉണ്ടായ ഒരു അന്തഛിദ്ര നിമിത്തം, മുഹമ്മദീയരുടെ പീഡനകൾ നിമിത്തം സുറിയാനിയിലുള്ള സഭയിലുള്ള അംഗങ്ങളൊക്കെയും പലരും പലായനം ചെയ്യുകയും പലരും ഇസ്ലാം മതവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. 17-ാം ശതാബ്ദത്തിൽ 2 പ്രധാന സംഭവങ്ങൾ. ഒന്ന്, സുറിയാനി സഭയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ റോമാ വഴക്കത്തിലേക്കും മറ്റൊരു കൂട്ടം ആളുകൾ യാക്കോബായ സുറിയാനി സഭയും മലങ്കരയുമായി ഒരു ഗാഢബന്ധത്തിലേക്ക് വരുവാനായിട്ടും ഇടയായിത്തീർന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചരിത്രകാരനായിട്ടുള്ള EM ഫിലിപ്പോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല KN ഡാനിയൽ ഇതുപോലുള്ള ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അർമേനിയൻ സഭ. അന്ത്യോക്യ പാത്രിയാർക്ക മണ്ഡലത്തിൽപ്പെട്ട കപ്പദോക്കിയയിലെ കൈസരിയ നഗരത്തിൽ വെച്ച് മതപരിവർത്തനം ചെയ്ത ശേഷം ഒരു എപ്പിസ്കോപ്പയായി വാഴിക്കപ്പെട്ട അർമീനിയായുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പ്രകാശകനായ ഗ്രിഗറി ഇവിടെ മിഷണറി പ്രവർത്തനങ്ങളാണ് അർമീനിയയിൽ സുവിശേഷ പ്രവർത്തനത്തിന് വേരുന്നത്. ഈ അർമീനിയ ഒരു സ്വതന്ത്ര രാജ്യമായി തീർന്നപ്പോൾ അവിടെ ഭരിച്ചിരുന്ന
ഡാട്ടസ് മൂന്നാമൻ AD 261-317 രാജാവിൻ്റെ നയവിശേഷണത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആ ദീർഘദൃഷ്ടിയുടെയും ഫലമായിട്ടാണ് ഇവിടെ ഒരു വളർച്ച ഉണ്ടാകുന്നത്. റോമാ സാമ്രാജ്യം ക്രിസ്തുമതം സ്വീകരിക്കുന്നതിനും 10-20 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 3-ാം ശതാബ്ദത്തിൻ്റെ അവസാനത്തോടു കൂടി അർമേനിയ രാജ്യം സകലം ക്രിസ്തു വിശ്വാസത്തിൽ കടന്നു വരുവാനായിട്ട്, അതായത് റോമാ രാജ്യം മുഴുവനും ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അർമേനിയയിൽ ക്രിസ്തീയ സഭയുടെ വളർച്ച ഉണ്ടായി എന്ന് പറയുന്നു. 4-ാം ശതാബ്ദത്തിൽ അർമേനിയയിൽ സഭാചരിത്രത്തിലെ പ്രധാന സംഭവം അതിൻ്റെ മാതൃസഭയായ കൈസരിയിലെ സഭയുമായി മത്സരിച്ച് സ്വന്തം കാതോലിക്കയെ വാഴിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ അർമേനിയൻ സഭ ഒന്നാകെ ഏക സ്വഭാവ വിശ്വാസത്തിന് കീഴിലായിരുന്നു. AD 554. കോപ്റ്റിക് സഭ അലക്സാണ്ട്രിയയിലെ ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തോട് അനുബന്ധിച്ച് ഏക സ്വഭാവ വിശ്വാസത്തിൽ ലയിച്ച ഈജിപ്തിലെ കോപ്റ്റിക് സഭയുടെ ഉത്ഭവം വളരെ അധികം ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തുർക്കിയുടെ ഭരണകാലത്ത് കോപ്റ്റിക് സഭ അനുഭവിച്ചിട്ടുള്ള അസ്വാതന്ത്ര്യത്വം, കഷ്ടതകളും അത് വിവരിക്കാൻ പറ്റാത്തതാണ്. തുർക്കികളുടെ മതപീഡയുടെ സമയത്ത് അനേകായിരം കോപ്റ്റിക് ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി മരിച്ചിട്ടുണ്ട് എന്നോർക്കുമ്പോൾ ഉപദേശ പിശകുകളെക്കുറിച്ചും ഒന്നും ചിന്തിക്കാതെ അവരുടെ വിശ്വാസ തീവ്രതയും കർത്താവിനോടുള്ള അവരുടെ സ്നേഹത്തെയും നമ്മൾ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതാണ്. കോപ്റ്റിക് സഭയുടെ തൽക്കാല സ്ഥിതി ശോചനീയമായി തുടർന്നു എങ്കിലും ഈ സഭയും സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അബീസീനിയയിലെ സഭ ചെങ്കടലിൻ്റെ പാശ്ചാത്യ തീരത്തായി ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അബീസീനിയ. പഴയകാലത്ത് എത്തോപ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ രാജ്യം തന്നെയായിരുന്നു. കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് 2 പേർ വഴിയാണ് ഫ്രൂമെൻഡിയസ് എന്നും എഡേസിയസ് എന്നും പേരുള്ള 2 വ്യക്തികൾ മുഖേനയാണ് അബീസീനിയയിൽ സുവിശേഷം എത്തിയത്. പിന്നീട് നമ്മൾ കാണുന്നത് അബീസിയയുടെ സഭയുടെ വളർച്ചകളെക്കുറിച്ചാണ്. നോയമ്പാചരണം, സ്നേഹവിരുന്ന്, ശിശുക്കളെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പിക്കുക ആദിയായവയൊക്കെയും ഈ അബീസീനിയയിലെ സഭകളിലുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ചേലാകർമ്മം ചെയ്യുക, ഞായറാഴ്ചയ്ക്ക് പൊതുവെ യഹൂദമാരെ പോലെ ശബത്തുകൾ ആചരിക്കുക, യഹൂദ മതത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ് ഈ സഭയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും ഈ പൗരസ്ത്യ സഭകളുടെ തുടർച്ചയായിട്ട് കണ്ടത്, ഒന്ന് യാക്കോബായ സുറിയാനി സഭ, പിന്നീട് നമ്മൾ കണ്ടത് അബീസിയയിലെ സഭ, കോപ്റ്റിക് സഭ, അർമീനിയൻ സഭകളെക്കുറിച്ചാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ സഭാചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പൗരസ്ത്യ സഭകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ കേരളത്തിൽ ഇന്ന് ശക്തമായി നിൽക്കുന്ന ഒരു സഭയാണ് യാക്കോബായ സഭ. അതിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ യാക്കോബ് ബുർദാന എന്ന വ്യക്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഓരോ സ്ഥലങ്ങളിലും ആ സ്ഥലത്തിന് തന്നെ ബിഷപ്പ്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 1045 ഈ പാശ്ചാത്യ സഭയെന്നും പൗരസ്ത്യ സഭയെന്നും പിരിയുന്നതിന് മുമ്പ് തന്നെ ഓരോ സഭകളും അവരുടേതായിട്ടുള്ള ഒരു വിശ്വാസം പിൻപറ്റുന്നുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ 22-ാം അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഈ സഭാചരിത്രത്തിൻ്റെ ഏതാണ്ട് ഭൂരിഭാഗവും നമ്മൾ കഴിഞ്ഞു. ഇനി 23-ാമത്തെ അധ്യായം വളരെ പ്രാധാന്യമർഹിക്കുന്ന അധ്യായമാണ് ഭാരതഭൂമിയിലെ ക്രിസ്തീയ സഭ എന്നുള്ളതാണ്.